പൂർണിമയുമായിട്ടുള്ളൊരു ബന്ധം എന്ന് പറയുന്നത് മറക്കാനൊക്കാത്ത ഒരു ബന്ധമാണ്. വ്യക്തിപരമായ ബന്ധങ്ങളെ ഇങ്ങനെ ഊന്നി പറയുന്നതെന്നുള്ളതിനൊരു കാരണം കൂടിയുണ്ട്. നമ്മുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിൻ്റെ കൂടെ അഭിനയിച്ച നായിക എന്നതിലുപരിയായിട്ട് ഞങ്ങളൊക്കെ തമ്മിലുള്ളൊരു സുഹൃത്ത് ബന്ധമുണ്ട് എപ്പോഴും. സിനിമാതാരം എന്നുള്ള നിലയിലല്ല ആ ക്ഷണം നമുക്ക് കിട്ടുന്നതൊക്കെ. എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് മാനസികമായിട്ടൊരു ധൈര്യം വരുന്നത്? ഈ മക്കളും ഭർത്താവും ജീവിക്കുമ്പോൾ നമ്മൾ സ്വയം നേടിയെടുക്കാൻ മുഴുവനും എന്ന് വിചാരിച്ചാൽ നടക്കില്ല. ഇനിയിപ്പോൾ ഞാൻ പറയാൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇങ്ങനെ സുഹേറിൻ്റെ കൂടെ മുൻപ് അഭിനയിച്ച നായികമാരെക്കുറിച്ച്. അതിലേറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഈ പറഞ്ഞ സത്യനത്തേക്കാൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. കിന്നാരം എന്ന് പറഞ്ഞ പടത്തിൽ ഹൃദയസഖി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അതിനകത്ത് പൂർണിമ ഭാഗ്യരാജാണ്. അന്ന് ഈ പറഞ്ഞ പോലെ പൂർണിമ ജയറാം എന്നാണ് പേര്, പക്ഷേ പിന്നീട് പൂർണിമ ഭാഗ്യരാജായി. ആ പാട്ട് അഭിനയിച്ചത് ഈ പറഞ്ഞതുപോലെ ഒരുപാട് പേര് പറഞ്ഞിട്ടുമുണ്ട്. പക്ഷേ നിങ്ങൾക്കൊക്കെ അറിയാൻ വയ്യാത്തൊരു കാര്യം, ആ പാട്ടോ അല്ലെങ്കിൽ പിന്നീടും അത് അഭിനയിച്ചിട്ടുണ്ട് പൂർണിമ. പിന്നീട് അത് കഴിഞ്ഞിട്ട് വാസ്തവം പറയുകയാണെങ്കിൽ ഞാനും പൂർണിമ മാഡം ഒക്കെ ആയിട്ട് ശരിക്കൊരു നല്ല സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു. ഒരുപാട്, അതായത് സ്ത്രീകൾക്ക് പറ്റിയ ഒരുപാട് ബിസിനസ്സുകളെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുന്ന ഒരാളാണ് പൂർണിമ. ആ കാലത്തൊക്കെ ഈ സാരി സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് വീവ് ചെയ്ത് പട്ടുസാരി, അത് സാധാരണ വെറും സാരിയല്ല, എന്തൊരു മനോഹരമായ സാരികളായിരുന്നു അറിയാം. ഞാൻ പോലും വാങ്ങിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ പരിചയക്കാർക്ക് ഇത്തിരി ഡിസ്കൗണ്ടൊക്കെ ഇട്ട് തരികയും. അപ്പോൾ അങ്ങനെ ഒരു നല്ല ബന്ധം എനിക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മകൻ അഭിനയിക്കാനിറങ്ങി. ഇതെല്ലാം എനിക്കറിയാം. ഭാഗ്യരാജ് സാറിനെ അറിയാം, മോളെ എല്ലാവരെയും അറിയാം. ആ ബന്ധമൊക്കെ പിന്നെ കുറച്ചു അതിൻ്റെ ആ ഒരു അകന്നു പോയത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കേരളത്തിൽ താമസമായതിന് ശേഷം സുഹേട്ടൻ പോയതോടുകൂടി പിന്നെ എനിക്ക് എൻ്റെ അമ്മ, അച്ഛൻ, സഹോദരങ്ങൾ, ഈ 2 ചേച്ചിമാരുണ്ട് എനിക്ക്. അവരെല്ലാവരും തിരുവനന്തപുരത്താണ്. പിന്നീട് ഇപ്പം കൊച്ചിയിൽ താമസിക്കാൻ കാര്യം മക്കളൊക്കെ വലുതായി കുടുംബമായപ്പോൾ അവരൊക്കെ കൊച്ചിയിലുമാണ്. അപ്പോൾ മിക്കവാറും കൂടുതൽ കൊച്ചിയിലാണ്. കാരണം നമുക്ക് എന്തെങ്കിലും ഒരാവശ്യമുള്ളപ്പോൾ മക്കളുടെ അടുത്ത് നിൽക്കുക എന്നുള്ളതാണല്ലോ അവർക്കും സന്തോഷം, എനിക്കും സന്തോഷം. എന്നാലും ഞാൻ ഇടയ്ക്കൊന്ന് വരും തിരുവനന്തപുരത്ത് വന്ന് എൻ്റെ ചേച്ചിമാരെയൊക്കെ കാണും. ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന ചില ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പോകും. അപ്പോൾ അങ്ങനെ ആ ഒരു പൂർണിമയുമായിട്ടുള്ളൊരു ബന്ധം എന്ന് പറയുന്നത് മറക്കാനൊക്കാത്ത ഒരു ബന്ധമാണ്. അതുപോലെ ഒരു വളരെ പ്രമുഖയായ ഒരു നായിക, എനിക്കൊന്ന് സീമയാണെന്ന് തോന്നുന്നത്. സീമയും കുറേ പടത്തിൽ സുഹേറിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ സുഹേറിൻ്റെ 100ാമത്തെ പടമറ്റാണെന്ന് തോന്നുന്നു, ചന്ദ്രകുമാറിൻ്റെ അവതാരമൊക്കെ. അതിനകത്തൊക്കെ ഒരു നല്ല നിലാവിൻ്റെ ആ പാട്ടൊക്കെ എടുക്കുന്ന സമയത്ത് അതിൻ്റെ സെറ്റിൽ ഞാനൊന്ന് പോയിരുന്നു. ജസ്റ്റ് അത് ഞങ്ങളുടെ മദ്രാസിൽ തന്നെ വിജയ ഗാർഡൻസിലായിരുന്നു. പോയി കുറച്ച് നേരം നിൽക്കിഞ്ഞ് പോരും. കാരണം വെറുതെ ബോറടിക്കുമ്പോൾ ഒരു 7 മണിയാകുമ്പോൾ അങ്ങോട്ട് പോയിട്ടിഞ്ഞ് പോരും. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞതുപോലെ മുൻപിലത്തെ നായികമാരുടെ കൂടെ ആയിരിക്കാം ഒരു പക്ഷേ സുഹേട്ടൻ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിരിക്കുന്നത്. കാരണം അന്നും ഈ പറഞ്ഞ സീനിയേഴ്സും കുറച്ച് ജൂനിയേഴ്സും ഒക്കെ ഉണ്ട്. ഷീലാമ്മ, ശാരദ ചേച്ചി, ഭാരതിയോട് അഭിനയിച്ചിട്ടുണ്ട്. കുറേ പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് ഭാരതിയുടെ കൂടെ. പിന്നെ വന്നിട്ടുള്ളത് വിധുബാല, സീമ, ഈ പറഞ്ഞ പോലെ പൂർണിമ ഭാഗ്യരാജ്, അങ്ങനെ കുറേ അധികം ആൾക്കാരുണ്ട്. അപ്പം അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിൻ്റെ കൂടെ അഭിനയിച്ച നായിക എന്നതിലുപരിയായിട്ട് ഞങ്ങളൊക്കെ തമ്മിലുള്ളൊരു സുഹൃത്ത് ബന്ധമുണ്ട് എപ്പോഴും. അത് ചിലപ്പം അദ്ദേഹം അറിയത്തുപോലും ഇല്ല. വിളിക്കും, എന്തൊക്കെ വിശേഷമുണ്ടെന്ന് ചോദിക്കും, മോൻ്റെ പിറന്നാളാണ്, അതാണ് ഇതാണ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അതൊരു സിനിമയ്ക്ക് ഉപരിയായിട്ടാണ്. അതൊരു സിനിമാതാരം എന്നുള്ള നിലയിലല്ല ആ ക്ഷണം നമുക്ക് കിട്ടുന്നതൊക്കെ. ഒരു സ്നേഹബന്ധം ഞാനിപ്പോൾ 3-4 പ്രാവശ്യമായി കണ്ടല്ലോ, ഞങ്ങളിങ്ങനെയൊക്കെ അടുത്തല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിന് ശേഷവും ഇതെല്ലാം കഴിഞ്ഞ് മക്കളെല്ലാം വളർന്നതിന് ശേഷവും ഞാൻ പൂർണ്ണമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അയ്യോ അമ്മ പൃഥ്വിയൻ എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഞാനതൊക്കെ പലപ്പോഴും ആലോചിക്കാറുണ്ട്. അങ്ങനെ ഓർമ്മിച്ച് വിളിക്കുന്നവർ മലയാളത്തിലില്ല എന്നല്ല ഞാൻ പറയുന്നത്, ഉണ്ട്. എന്നാലും ഈ പറഞ്ഞ ഷീല ചേച്ചി കൃത്യമായിട്ട് വിളിക്കുന്ന ഒരാളാണ്. ശ്രീലത, പിന്നെ ഭാരതി വരെ മൊത്തത്തിൽ തിരക്കാണ്. എന്നാലും എനിക്ക് ഏറ്റവും മറക്കാനാവാത്തൊരു സംഭവം, എൻ്റെ സുഹൃത്തിൻ്റെ പേരിലുള്ള ട്രസ്റ്റിന് ഭാരതി വന്ന് വെറുതെ വരുമെന്ന് പറഞ്ഞ ആൾ വന്നൊരു ഡാൻസും കളിച്ചേച്ചു പോയി എന്നുള്ളതാണ്. അതൊക്കെ എനിക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കാരണം ഞങ്ങളെല്ലാവരും അങ്ങനെയാണ് കഴിഞ്ഞത്. പിന്നെ ഒരുപാട് പേര്, അന്നത്തെ നായികമാർ, രാജഗോകുല, കനകദുർഗ, ഒത്തിരി പേര്, ഒരുപാട് പേരുടെ കൂടെ ഞങ്ങളെല്ലാവരും വലിയ അടുപ്പക്കാരായിരുന്നു അന്ന്.
അപ്പോൾ ഈ നായികമാരുമായിട്ട് അഭിനയിച്ചു എങ്കിലും ഇവരൊക്കെ തമ്മിലുള്ള ഒരു വ്യക്തിപരമായ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, അത് ഒരു നടൻ്റെ ഭാര്യ എന്ന രീതിയിലല്ലാതെ ഒരു സാധാരണ വീട്ടമ്മ നമുക്ക് പരിചയമുണ്ട്, ഇത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗമാണ് എന്നുള്ള ഒരു ലെവൽ വരെ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് വേറെ ഉള്ള ചിന്തകളോ അല്ലെങ്കിൽ അതുകൊണ്ട് അടുക്കുന്നെന്നോ അല്ലെങ്കിൽ അതുകൊണ്ട് പിണങ്ങുന്നെന്നോ അങ്ങനത്തെ ഒരു ടെൻഷനും അന്നത്തെ കാലത്തില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യം. ഞാൻ എന്താണ് ഈ വ്യക്തിപരമായ ബന്ധങ്ങളെ ഇങ്ങനെ ഊന്നി പറയുന്നതെന്നുള്ളതിനൊരു കാരണം കൂടിയുണ്ട്. കാരണം നിങ്ങൾക്കെല്ലാം അറിയാം, എൻ്റെ മക്കൾ പഠിച്ച് രണ്ടുപേരും നല്ല രീതിയിലൊക്കെ പഠിച്ചു, അത്യാവശ്യം പഠിച്ചു. രാജുവിന് മാത്രം അവസാനം ആ ഒരു പരീക്ഷ എഴുതാൻ പറ്റിയില്ല എന്നല്ലാതെ കോഴ്സൊക്കെ അവൻ പഠിച്ച ഒരാളാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് അവരൊരു ജീവിതത്തിലേക്ക് കിടക്കേണ്ട സമയമായി. ആദ്യം ഇന്ദിരയത്ത് വന്ന് പറയുന്നു ഇങ്ങനെ ഒരു കുട്ടിയുടെ കാര്യം. ഞാൻ അപ്പോഴാണ് പൂർണ്ണിമയെ കാണുന്നത്. പിന്നീട് പൃഥ്വിരാജ് വന്ന് പറയുന്നു എനിക്കിങ്ങനെ ഒരു പരിചയമുള്ളൊരു കുട്ടിയുണ്ട്, NDTVയിൽ വർക്ക് ചെയ്യാണ്, സുപ്രിയയുടെ കാര്യം. എനിക്കെല്ലാവരോടും പറയാനുള്ളത്, അച്ഛനില്ല. ഞാൻ ആരെയും ചെന്നിട്ട് എൻ്റെ മക്കളുടെ കല്യാണം ഒന്ന് നടത്തി തരണമെന്ന് പറഞ്ഞ് ഞാൻ പോകാറില്ല. അതെന്താ കാര്യം എന്നറിയോ? എൻ്റെ സുഖേട്ടൻ അതെല്ലാം നോക്കിയും കണ്ടും അറിഞ്ഞും വേണ്ടതുപോലെ കരുതിയിട്ടിട്ടാണ് അദ്ദേഹം പോയത്. അതിപ്പം ലിക്വിഡ് ക്യാഷല്ല, ഇപ്പം കാശായിട്ടങ്ങ് ബാങ്കിൽ ഇട്ടുന്നല്ല, പുരയിടം, വീട്, അങ്ങനത്തെ വസ്തുവകകളെല്ലാം അവിടെയൊക്കെ വാങ്ങിച്ച് എത്രയോ കാലത്തിന് മുമ്പേ അതൊക്കെ വാങ്ങിച്ചിടുകയും ഇനി എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ അവൾ ഇതെന്തെങ്കിലും ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മറിച്ച് വിറ്റാലും സാരമില്ല, അവളൊരു വിഷമം അറിയരുതെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആത്മാർത്ഥമായ സ്നേഹത്തിൻ്റെ പുറത്തുള്ള പ്രവർത്തികളിലൂടെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു മനോധൈര്യം, ഈ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കും. എൻ്റെ മക്കളെ ഇപ്പോൾ ഇതിൻ്റെ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഇതിന് നല്ല ജോലിയൊക്കെ കിട്ടുന്നത്. അതുവരെ അവനങ്ങനെ ഒരു വലിയ ജോലി എന്ന് പറയാനില്ലായിരുന്നു. എങ്കിലും മദ്രാസിലെ ഒരു IT കമ്പനിയിൽ പോയി കുറച്ച് നാൾ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പോഴാണ് ഊമപ്പെണ്ണ് അഭിനയിക്കാൻ വന്നതുമൊക്കെ. അപ്പോൾ ഞാൻ പറയാൻ കാര്യം, എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലെ വെല്ലുവിളി എന്ന് പറയുന്നത്, എല്ലാവരും ചോദിക്കും ചേച്ചിക്ക് ആലോചിച്ചുകൂടായിരുന്നോ 2 പെൺപിള്ളേർ എന്നൊക്കെ പറയാറുണ്ട്. അതല്ല, എന്തിനാണ് നമ്മുടെ മക്കൾ അത്ര മോശക്കാരൊന്നുമല്ല ആരെങ്കിലും വിളിച്ച് കൊണ്ടുവരാനായിട്ട്. അത്യാവശ്യം അവർക്ക് ചേരുന്ന ബുദ്ധിപരമായും മാനസികപരമായും ഒക്കെ അവരുമായിട്ട് ഐഡിയാസ് പങ്കുവയ്ക്കാനും ഒക്കെ അവരോടൊപ്പം നിൽക്കുന്ന 2 പെൺകുട്ടികളെ തന്നെ അവർ കണ്ടുപിടിക്കുകയുള്ളൂ എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ വന്നു ഇന്ദ്രൻ്റെ കല്യാണം. ഈ പറഞ്ഞതുപോലെ ഈ രാജു കല്യാണം കഴിയുമ്പോൾ കുറേശ്ശെ അവന് ഇത്ര വലിയ ഹീറോയിസമായിട്ടൊന്നുമില്ല. നന്ദനം റിലീസ് സമയത്താണ്, ഫസ്റ്റ് പടത്തിൻ്റെ സമയത്താണ് കല്യാണം. അപ്പോൾ 2013 അതെ എന്തോന്നു അങ്ങനെ കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഇന്ദ്രൻ്റെ കല്യാണം, പിന്നെ അത് കഴിഞ്ഞ് രാജു, ഇങ്ങനെ എല്ലാവരുടെയും കല്യാണങ്ങൾ വന്നപ്പോൾ എല്ലാവരും ചോദിച്ചു എൻ്റെ വീട്ടിൽ തന്നെ എല്ലാവരും ചോദിച്ചു അതിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടോ കയ്യിൽ ഒക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞുണ്ട്, അതങ്ങ് നടക്കും, അതിൻ്റേതായ രീതിയിൽ നടക്കും. ഇപ്പോൾ സമ്മാനങ്ങൾ തരുന്നത് വേറെ, 2 മക്കളുടെ കല്യാണം നടത്തി ആ പെൺകുട്ടികളെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് വേറെ. പക്ഷേ എനിക്കെൻ്റെ സുഖേട്ടൻ തന്ന ജീവിത സൗകര്യങ്ങൾ, എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് ലഭിച്ച സ്നേഹം, അദ്ദേഹം എന്നെ വളർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു ഭാര്യ എന്നുള്ള രീതിയിൽ വീട്ടിൽ എന്നെ നോക്കി എനിക്ക് നേടാൻ സാധിച്ച എൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ഒരു ആത്മവിശ്വാസം, അതൊക്കെ ഇന്നും എൻ്റെ ജീവിതത്തിലെ ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് ഉതകുന്ന സംഭവങ്ങളാണ്. കാരണം അദ്ദേഹം തന്നിട്ടുള്ളതുപോലെ ഒരു ആത്മവിശ്വാസം ഇതൊന്നും കണ്ട് നീ വിരൽ പിടിക്കുകയൊന്നും വേണ്ട, അതൊക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെ നടക്കും. അത് ഈ സിനിമയിലും രാഷ്ട്രീയത്തിലൊക്കെ ഉള്ളതാണ്. നീ നിൻ്റെ കാര്യം നോക്കി, നിൻ്റെ മക്കളുടെ കാര്യം നോക്കി അന്തസ്സായിട്ട് ജീവിക്കുക. അദ്ദേഹം സ്ഥിരം പറയുന്ന ഒരു പാചകമാണ്, എപ്പോഴും പറയും ആവശ്യമില്ലാതെ പിള്ളേരെ ഉപദ്രവിക്കാൻ പോകരുത് എന്നൊക്കെ പറയും. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ഇത് എല്ലാത്തിലും ഇങ്ങനെ പറയും. അല്ല, എങ്ങനെയാണ് ഒരു സ്ത്രീക്ക് മാനസികമായിട്ടൊരു ധൈര്യം വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെയുള്ള വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുന്നത് എന്നുള്ളത് ഈ മക്കളും ഭർത്താവും ജീവിക്കുമ്പോൾ നമ്മൾ സ്വയം നേടിയെടുക്കാൻ മുഴുവനും എന്ന് വിചാരിച്ചാൽ നടക്കില്ല. അത് നമ്മുടെ കൂടെ നിൽക്കുന്ന, നമുക്ക് തുണയായിട്ട് നിൽക്കുന്ന നമ്മുടെ ഭർത്താവും ഒരു പരിധി വരെ അച്ഛനമ്മമാർ, ഇവരെല്ലാവരും കൂടെ നമുക്ക് തരുന്നൊരു വിശ്വാസമുണ്ടല്ലോ, നിന്നെക്കൊണ്ടത് സാധിക്കും എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പക്ഷേ ചിലപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ 1-2 വർഷമല്ല അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ചതൊക്കെ എല്ലാവർക്കും അറിയാം അല്ലേ. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഏതാണ്ട് 21-22 വർഷക്കാലം ജീവിച്ചപ്പോൾ സുകുമാരൻ എന്ന് പറയുന്ന വ്യക്തി ആരാണെന്നും സുകുമാരൻ്റെ സ്വഭാവ വിശേഷതകൾ എന്തൊക്കെയാണെന്നും സുകുമാരനിൽ നിന്ന് ഞാൻ എന്തൊക്കെ കണ്ടുപിടിക്കണമെന്നും മക്കളെ എന്തെല്ലാം കണ്ടുപിടിക്കാൻ പറയണമെന്നും ഇതെല്ലാം ഞാൻ മനസ്സിലാക്കിയൊരു വ്യക്തിയാണ്. അത് എൻ്റെ ജീവിതത്തിൽ അദ്ദേഹം നേടിത്തന്ന സമ്പാദ്യം പോലെ
ധനം പോലെ, ജീവിക്കാനുള്ള ചുറ്റുപാട് പോലെ, ഒരുപക്ഷെ അതിലൊക്കെ ഉപരിയായിട്ടുള്ള ഒരു വിലപ്പെട്ട നിധിയാണ് അദ്ദേഹമായിട്ടുള്ള ജീവിതത്തിൽ നിന്നും ഞാൻ നേടിയ എൻ്റെ ആത്മവിശ്വാസം.